ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ താങ്കൾ ഈ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങാതെ KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന ആൾ നടത്തിയ ഒരു പരസ്യ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്, പൊതുമണ്ഡലത്തിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജ്യം, അതിന്റെ സാങ്കേതികത്വമൊക്കെ മാറ്റിവെക്കുക. കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിന്റെ വാർത്താ സമൂഹം എല്ലാം കാര്യം റിപ്പോർട്ട് ചെയ്തു. അത് കേരളം മുഴുവൻ അറിഞ്ഞൊരു കാര്യമാണ്. ഇനിയിപ്പോ അത് നടപ്പാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി പരിപാടികൾ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചോദിക്കാം. അങ്ങനെ ചെയ്താൽ ഈ പറയുന്ന വാക്കിന് ഒരു അർത്ഥമുണ്ടോ എന്ന് നമുക്ക് അന്ന് ഒരുമിച്ച് നിയമസഭയിൽ വന്നാലും ഇത് സാധുതയല്ലേ താങ്കൾ ഈ പറഞ്ഞ? നിയമസഭയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA അവിടെ എത്തും? അല്ല, അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയുടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലാതാക്കിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ വന്നാൽ തടയില്ല എന്ന് സ്പീക്കറും പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ അദ്ദേഹം വരുമോ, വന്നാൽ തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ കയറി എന്ന് വാതുറക്കാൻ പറ്റുമോ, അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോകാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് അജിംഷാദിനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ തുടരുന്നതും അദ്ദേഹം ഒരു പരിപാടികളിലൊന്നും പങ്കെടുക്കാത്തതും. അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ശബ്ദരേഖ മറ്റു പലരും ഇത്തരം ഘട്ടങ്ങളിൽ പത്രസമ്മേളനം നടത്തുന്നത് ആ ശബ്ദം എന്റേതല്ല. വളരെ കാഷ്വൽ ആയിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ കാലത്ത് AI കാലത്ത് വേണമെങ്കിൽ ശബ്ദമൊക്കെ അങ്ങനെ ആക്കിയെടുക്കാമെന്ന് പറഞ്ഞ ഒരു ദുർബലമായ ഒരു പ്രതിരോധം ഒഴിച്ച് അദ്ദേഹം ഇതുവരെ അത് എന്റെ ശബ്ദമല്ല, ഞാനല്ല ആള് എന്നൊന്നും പറയാത്തിടത്തോളം കാലം നമുക്ക് അദ്ദേഹം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പരിധി വരെയെങ്കിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് കേരള പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു CPM-ലൊന്നും ആരും പറയാത്തതുപോലെ പാർട്ടി തീരുമാനത്തിന് അപ്പുറത്തേക്ക് പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ അതിനപ്പുറത്ത് ഒന്നും പറയാൻ ആരും തയ്യാറാകാത്തതിന് വ്യത്യസ്തമായിട്ട് ആ വനിതാ നേതാക്കളൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. അതാണ് അപ്പോഴാണ് എനിക്കൊരു സംശയം ഉയരുന്നത് ശ്രീ പൊടിപ്പാറ. അതായത് ഈ വനിതാ നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ഇതേ വനിതാ നേതാക്കളാണ് അവിടെ ഇരിക്കുന്നത്. അത് വടകരയിൽ നിന്നുള്ളതായാലും തൃക്കാക്കരയിൽ നിന്നുള്ളതായാലും. ഉദാഹരണം ഉമാ തോമസ്, അവർ ഇങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട വ്യക്തി കൂടിയാണ്. അവർ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ പക്ഷത്തുള്ള ഒരു MLA അവിടെ മാറിയാണെങ്കിൽ പോലും ഇരിക്കുന്നതിനെ എങ്ങനെ കാണാനാകും? മുഖത്ത് നോക്കാനാകുമോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ? തിരിച്ചും അതൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് അഡ്രസ് ചെയ്യുക? അത്രത്തോളം നമുക്ക് പോണോ? അതായത് ആ മനുഷ്യനെ അതിന്റെ പൊതുസമൂഹം അങ്ങേർക്ക് കൊടുക്കേണ്ട ശിക്ഷയും പൊതുമാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ കൊടുക്കേണ്ട നമ്മളുടെ മുമ്പിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പരാതി ലോക്കൽ പോലീസിന്റെ മുമ്പിലോ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു പരാതിക്കാരി ഇതുവരെ വന്നിട്ടില്ല. ആ വന്ന പരാതികളാവട്ടെ, 10 പരാതികളുണ്ട്, പരാതിക്കാരുടെ മൊഴി എടുക്കുന്നുണ്ട്, അതായത് അതിന്റെ പ്രക്രിയയിൽ നടക്കുന്നതാണ്. നമ്മൾ അതിന്റെയും സാങ്കേതികത്വത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട. ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ താങ്കൾ നേരത്തെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു തർക്കമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലോ PK ഫിറോസോ അതുമല്ല ഇനിയിപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പൊതുമണ്ഡലത്തിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന്, പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ യുവജന സംഘടനയോ അതുപോലെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അതിന്റെ അധികാരവും ഉപയോഗിച്ച് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനർഹിക്കുന്ന ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. ആ ശിക്ഷ അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും കുറ്റക്കാരെങ്കിൽ അവർ ഷാർപ്പായ നിരീക്ഷണമാണ്. പക്ഷേ ഈ തെറ്റുകൾക്കെല്ലാം ദൈവം കൊടുത്തുകൊള്ളും എന്ന് പറഞ്ഞ് ഒരു വൃദ്ധയായ മനുഷ്യൻ പറയുന്നത് പോലെ, ഒരു വൃദ്ധനായ മനുഷ്യൻ പറയുന്നത് പോലെയാണ് എനിക്കതിനെ താരതമ്യപ്പെടുത്താറ്. അല്ലല്ല, ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ മാധ്യമ സമൂഹം പലപ്പോഴും പല ആരോപണങ്ങളുടെയും പേരിൽ നമ്പി നാരായണൻ അടക്കമുള്ളവരെ ക്രൂശിച്ചു, കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കാലത്ത് രാജ്യദ്രോഹിയാക്കി, അദ്ദേഹത്തിന്റെ എന്താ പറയാ കുടുംബത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി, മാധ്യമങ്ങളെല്ലാം മത്സരിച്ച് അപവാദം എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ മാധ്യമങ്ങളും ചെയ്യാത്തവർ, ആ മാധ്യമ രംഗത്ത് നാടിനെ ഒറ്റുകൊടുക്കാത്തവർ, ജനങ്ങളുടെ കൂക്കുവിളി കാണണം എന്ന് പറഞ്ഞ് K കരുണാകരനെ കരയിച്ച മനുഷ്യരുണ്ട്, അതിലെ പ്രമുഖ നേതാക്കൾ. അന്ന് അതൊരു ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ഭാഗമായി കോൺഗ്രസിനുള്ളിൽ ഉയർത്തിയതാണ്. അതിനാണ് ഇവരൊക്കെ ഇരയായത്. അതുപോട്ടെ ഞാൻ ചോദിക്കുമ്പോൾ താങ്കൾ
താങ്കൾ സാങ്കേതികത്വം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, ഒരു ഞാൻ സാങ്കേതികത പറയാൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ആ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവർ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോപണ വിധേയരെല്ലാവരും ശരി.